എല്ലാവർക്കും നമസ്കാരം. ഓക്സിജന് സ്പോട്ട് ആക്ടിവേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിങ്ങളുടെ ഐ ഡി ലോഗിൻ ചെയ്യാം. ശേഷം DS ഡയറക്ടർ സെല്ലർ എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണ് ആക്ടിവേഷൻ ചെയ്യാനുള്ള ആ ഐ ഡി ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേരിന്റെ തൊട്ടതായിട്ട് QR എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഈ ഒരു കാർട്ടിന്റെ ചിഹ്നം കാണുന്നുണ്ട്. ഈ ഒരു കാർട്ടിന്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പിക്ചറിൽ പിന്നെ ഫാസ്റ്റ് ട്രാക്കിൽ ചൂസ് പ്ലാൻ, ഏത് പ്ലാനാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിലവിൽ സ്റ്റാർട്ടർ പ്ലാനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ശേഷം നമുക്ക് 10Pയുടെ ഏത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർട്ടർ പ്ലാൻ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 10Pയുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. നമുക്കറിയാം കമ്പനി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ 1000 രൂപയുടെ നാപ്കിൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ 1000 രൂപയുടെ മറ്റു പ്രൊഡക്റ്റുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ 10Pയുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഒരു ലെവിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് ഇതിന്റെ കീ ബെനിഫിറ്റ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇമ്മ്യൂൺ ബൂസ്റ്ററിനൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഓർഡർ ഉണ്ട്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇവിടെ യെസ് കൊടുക്കുക. യെസ് എന്തിനാ ഈ ഐഡിയിൽ തന്നെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതാണ്. ശേഷം നമുക്ക് ഇവിടെ ഷോപ്പിംഗ് ബാഗ് താഴെ കാണാൻ പറ്റും. ആ ഷോപ്പിംഗ് ബാഗിൽ വരിക. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പ്രൊഡക്റ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അവർ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ എടുക്കുന്നത് അതേപോലെ തന്നെയാണ്. പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്കിവിടെ ഷിപ്പിംഗ് അഡ്രസ്സ് അടിക്കാൻ പറയുന്നത്. നമ്മൾ ഓൾറെഡി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഇത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് അവസരം ഇവിടെ ഉണ്ട്. പോരാത്തതിന് നമ്മൾ സ്വന്തം അഡ്രസ്സിലോട്ടും ഷിപ്പിംഗ് അഡ്രസ്സ് ഇവിടെ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. പക്ഷേ നമുക്കിവിടെ ഈ സിപ്പ് കോഡ് അടിക്കുന്ന സമയത്ത് വരാനുള്ള ചാൻസ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ സിപ്പ് കോഡ് അടിക്കാനുള്ള ആ ഒരു കോളം വീണ്ടും ഓപ്പൺ ആയി വരുന്നില്ല. ഒരു ചെറിയ ബഗ്ഗായിരിക്കാം. സ്പോൺസർ നെയിം കൊടുക്കുക. സ്പോൺസർ നെയിം നമ്മുടെ സ്പോൺസറിന് പേര് തന്നെ കൊടുക്കാൻ പറ്റും. ശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഷിപ്പിംഗ് അഡ്രസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി ബൈ കൊറിയർ എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുത്തുള്ള ഷിപ്പിംഗ് അഡ്രസ് ഏതൊക്കെ ഷിപ്പിംഗ് അഡ്രസ് ഉണ്ട് അത് കൊടുക്കാം. പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഷിപ്പിംഗ് അഡ്രസ് അവിടെ കൊടുത്തു. ഇനി പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അത് ഓക്കെ കൊടുക്കുക. ഇതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ബില്ലും GSTയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഏറ്റവും താഴെ കാണുന്നത് യൂസ് ഓൺലൈൻ ബാങ്കിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ പുതിയതായിട്ട് സ്പോട്ട് ആക്ടിവേഷനിലോട്ട് എടുത്തിട്ടുള്ളത്. കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത്രയും എമൗണ്ടിന്റെ പർച്ചേസ് നിങ്ങൾ നടത്താൻ ഓക്കെയാണ്, ഓക്കെ കൊടുക്കുക. പ്ലീസ് വെയിറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു സൈറ്റിലേക്ക് അത് ഡയറക്റ്റ് കൺവേർട്ട് ആയി പോകും. ഈ ഒരു സൈറ്റിൽ നിന്നാണ് നമുക്ക് സ്പോട്ട് ആക്ടിവേഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാർഡ്സ് വെച്ചിട്ട് ആക്ടിവേഷൻ ചെയ്യാം, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം, UPI യൂസ് ചെയ്യാം. അപ്പോൾ UPI നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തോട്ട് ഇവിടെ GPay എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, ഇപ്പോൾ Paytm ആണെങ്കിലും GPay ആണെങ്കിലൊക്കെ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കിവിടെ OKC എന്ന് പറയുന്ന UPIയുടെ കണക്ട് ചെയ്യുന്ന ആ ഭാഗം നമ്മൾ ഗേറ്റ് വേകൾ നോക്കി വെക്കുക. അപ്പോൾ GPayയിൽ നമുക്ക് നമ്മുടെ UPI അഡ്രസ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ GPayയിൽ വരിക. നേരെ GPayയിൽ വന്നതിന് ശേഷം നമ്മുടെ UPI അഡ്രസ് എന്താണെന്നുള്ളത് നോക്കുക. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് UPI ID എന്താണെന്നുള്ളത്. കാണാൻ പറ്റാത്തവർ ഇവിടെ വന്നിട്ട് UPI ID നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്യുമ്പോൾ @OKASIS എന്ന് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ UPI ID മാത്രം അടിച്ചു കൊടുത്താൽ മതി. ശേഷം @ന് ശേഷം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ഈ ഒരു OKASIS എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യേണ്ടത്. ശേഷം വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് അവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ശേഷം പേ നൗ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന സൈറ്റിൽ നിന്നും നമ്മുടെ ഗൂഗിൾ പേയിലോട്ട് ഒരു റിക്വസ്റ്റ് പോകുന്നു. മേലെ നമുക്ക് നോട്ടിഫിക്കേഷൻ റിക്വസ്റ്റ് വരുന്നുണ്ട്. അതിന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളിലോട്ട് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പേ എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം സെൻഡ് 1340 ഈ പറയുന്ന ഓക്സിജനോ കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് പേയ്മെന്റ് അവിടെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് തന്നെ വീണ്ടും പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സൈറ്റിലോട്ട് തന്നെ വീണ്ടും പോയി കഴിഞ്ഞാൽ ഇവിടെ സക്സസ് എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ പേയ്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ സക്സസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സക്സസ് ആയതിനു ശേഷം നമ്മുടെ ആക്ടിവേഷൻ ഇവിടെ പർച്ചേസ് ഓർഡർ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പർച്ചേസ് ഓർഡറിന്റെ ബില്ലും കാര്യങ്ങളും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് സ്പോട്ടിൽ നമ്മുടെ ID ആക്ടിവേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ 2 ദിവസം 3 ദിവസം കൊണ്ട് നമ്മളെ വീട്ടിലെത്തും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ജീനോളജി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലോഗിൻ ചെയ്യുക. ഇവിടെ നിന്ന് ടീം ബോണസിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ID ജീനോളജിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ടിവേഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സ്പോട്ട് ആക്ടിവേഷന്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ ആക്ടിവേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.